മഹിളാ മോർച്ച കുമ്പള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമ്പളയിൽ മഹിളാ സംഗമം സംഘടിപ്പിച്ചു. പ്രകടനത്തോടുകൂടി നടത്തിയ പരിപാടിയിൽ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമായിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താനും കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാനും പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. മഹിളാ മോർച്ച കുമ്പള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമ്പളയിൽ സംഘടിപ്പിച്ച മഹിളാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികളിൽ പോലും വിവേചനം കാട്ടി UDF MLA-മാർ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും ഇന്നും ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് കർണാടകയിലെ നഗരങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങളെന്നും കന്നഡ ഭാഷക്കാരുടെ ഭാഷാപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോലും സാധിച്ചില്ലെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന വർഗീയ പ്രചാരണത്തിലൂടെ ജാതിമത ശക്തികളുടെ പിന്തുണയോടുകൂടി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ പിന്നെ ജനങ്ങളെ അവഗണിക്കുക എന്നുള്ള സമീപനമാണുള്ളത്. മോദി സർക്കാർ കൈയയച്ച് സഹായിക്കാൻ തയ്യാറായി, കേരളത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്നു. പക്ഷെ അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടാത്തത് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ്. പരിപാടി BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശാരദ അധ്യക്ഷയായി. BJP സംസ്ഥാന സമിതി അംഗങ്ങളായ V രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KS രമണി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനിത നായിക്, പ്രേമലത S, BJP കുമ്പള മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് മഹിളകൾ പങ്കെടുത്തു. BJP കുമ്പള മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കുമ്പള സഹകരണ ബാങ്ക് പരിസരത്താണ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമ്പള.